നമസ്കാരം. ഇക്കുറി കേരളത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലം. കെ.എം. മാണി എന്ന അതികായൻ കൈവശം വെച്ച പാല ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും അന്യം നിൽക്കുന്ന അവസ്ഥയിലാണ്. ജോസ് കെ മാണിയിലൂടെ ഇക്കുറി പാല തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസ് ശ്രമം നടത്തുമോ എന്നതിനും വ്യക്തത വന്നിട്ടില്ല. ആര് സ്ഥാനാർത്ഥിയായാലും താൻ തന്നെ വിജയിക്കുമെന്ന വാദത്തിലാണ് മാണി സി കാപ്പനും. ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉയരുമ്പോൾ തന്നെയാണ് ജോസിന്റെ ഭാര്യ നിഷയുടെ പേരും പാലാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഉയരുന്നത്. മുമ്പ് പലതവണ നിഷയുടെ രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും അവർ തന്നെ അത് നിഷേധിച്ചിരുന്നു. ഇതിനിടയിലാണ് ജോസ് കെ മാണി കൃത്യമായ നിലപാടെടുക്കാതിരിക്കുമ്പോൾ നിഷയുടെ പേരും മാധ്യമങ്ങൾ ഉയർത്തുന്നത്. അടുത്തിടെയായി പാലാ മണ്ഡലത്തിലെ മത സാമുദായിക പരിപാടികളിലും പൊതുചടങ്ങുകളിലും നിഷയുടെ സജീവ സാന്നിധ്യമുണ്ട്. ഇതോടെയാണ് നിഷ സ്ഥാനാർത്ഥിയാകുമോ എന്ന ആകാംക്ഷ പലരും പങ്കുവെക്കുന്നത്. ജോസ് ആകട്ടെ ഇതുവരെയും പാലായിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാതൃഭൂമിയിൽ നിഷയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്ത എത്തിയതും. നിഷ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് റോഷി അഗസ്റ്റിൻ പാലായിൽ പാർട്ടി ചെയർമാൻ തന്നെ മത്സരിക്കുമെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചെന്ന അടക്കം പറച്ചിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് മൈക്ക് പിടിച്ചു വാങ്ങി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പാലയിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് റോഷി പറഞ്ഞത്. തൊട്ടടുത്ത ദിവസവും റോഷി ഇത് ആവർത്തിച്ചു. എന്നാൽ ആര് മത്സരിക്കുമെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെന്ന് ജോസ് ആവർത്തിച്ചതോടെ പാർട്ടിയിൽ ജോസും റോഷിയും രണ്ടു വഴിക്കാണോ എന്ന സംശയവും ഉടലെടുത്തു. രാജ്യസഭയിൽ ജോസിന് അടുത്ത വർഷം ഡിസംബർ വരെ കാലാവധി ബാക്കിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തോൽവി നേരിട്ടത് ഇത്തവണയും ആവർത്തിച്ചാൽ രാജ്യസഭാ സ്ഥാനം കൂടി ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണി ഭാര്യ നിഷയെ പാലായിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റോഷിയുടെ അനുയായികൾ കുറ്റപ്പെടുത്തുന്നത്. പാലായിൽ നിഷ സ്ഥാനാർത്ഥിയാവുന്നതിനെ റോഷി അനുകൂലിക്കുന്നില്ലെന്നുമാണ് വാർത്ത. അതേസമയം നിഷ പാലാ മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നത് തുടരുന്നുണ്ട്. പുലിയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നിഷ പങ്കെടുത്തതും ഗാനമേളയിൽ പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്തതിന്റെ വീഡിയോയും വൈറലായിരുന്നു. തുടർന്ന് മണ്ഡലത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും നിഷ പങ്കെടുക്കുന്നതും ഇതിന്റെ എല്ലാം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും പതിവായിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് എതിർവിഭാഗം വിലയിരുത്തുന്നത്. നിഷ വിജയിക്കുകയും ഇടതുമുന്നണി ഭരണത്തിലെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടുക്കിയിൽ വിജയിച്ചാൽ പോലും റോഷിക്ക് മന്ത്രിസ്ഥാനം കിട്ടണമെന്നില്ല. അതേസമയം നിലവിൽ പാലാ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും വനിതകളായതിനാൽ നിയമസഭാ മണ്ഡലത്തിലും വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന വാദം ഉയരുന്നുണ്ട്. സിറ്റിംഗ് എം.എൽ.എ. മാണി സി കാപ്പന് പുറമെ ഷോൺ ജോർജ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി വരുന്നതോടെ നിഷ മത്സരിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും റോഷി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. നിഷ വരുന്നതിനോട് CPM-ന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ഇനിയും വ്യക്തമല്ലെന്നുമാണ് റിപ്പോർട്ടുകൾ. കെ.എം. മാണിയുടെ കാലത്ത് പാർട്ടി ചെയർമാൻ പറയുന്നതായിരുന്നു അവസാന വാക്ക്. എന്നാൽ ഇന്ന് റോഷി അഗസ്റ്റിൻ CPM നേതൃത്വത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും പുലർത്തുന്ന അടുത്ത ബന്ധം അദ്ദേഹത്തിന് പാർട്ടിയിൽ രണ്ടാമത്തെ അധികാര കേന്ദ്രം പരിവേഷം നൽകിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തുടരുമെന്ന റോഷിയുടെ കർക്കശ നിലപാടാണ് ഇന്ന് പാർട്ടിയെ മുന്നണിയിൽ സുരക്ഷിതമാക്കിയത്. ഇത് ജോസ് കെ മാണിയുടെ ആധിപത്യത്തിന് മേൽ റോഷിയുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. മാണി സി കാപ്പൻ എന്ന കരുത്തനായ എതിരാളിയെ നേരിടാൻ പാലക്കാരൻ എന്ന വികാരത്തിനൊപ്പം മാണി സാറിന്റെ മരുമകൾ എന്ന പ്രതിച്ഛായ കൂടി നിഷയ്ക്ക് ഗുണകരമാകുന്ന ഒരു വിഭാഗം കരുതുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലെ ഈ കല്ലുകടി വോട്ടർമാർക്കിടയിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നത് നിർണായകമാണ്. റോഷിയുടെ ഇടപെടലിനെ സ്നേഹക്കൂടുതലെന്ന് പറഞ്ഞ് ജോസ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാലാ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കേരള കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായക തീരുമാനമായിരിക്കുമെന്ന് ഉറപ്പാണെന്ന വിധത്തിലാണ് പത്രവാർത്ത. എന്നാൽ നിഷയുടെ പേര് പാലാ മണ്ഡലത്തിൽ ഉയർന്നത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളോട് പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോട് പ്രതികരിക്കാൻ നിഷയോ ജോസോ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്.